പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ നിയമ നടപടിയുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്ന് കൈമുറിക്കേണ്ടി വന്ന കുട്ടിയുടെ മാതാവ് പ്രസീത. ഇപ്പോഴും മകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഡിഎംഒ റിപ്പോർട്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് എന്നും പ്രസീത മീഡിയ വണ്ണിനോട് പറഞ്ഞു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കുട്ടിക്ക് കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ചികിത്സാ പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുള്ളത്. കുട്ടിയുടെ അമ്മ പ്രസീത മീഡിയ വണ്ണിനൊപ്പമുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നു? ഈ ഡോക്ടർമാർക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇവരെ ഡോക്ടർമാരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അവരെ പിന്തുണച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. കാരണം അവരുടെ ഹോസ്പിറ്റലിൽ അവര് എന്താണ് പറഞ്ഞ ഇതാക്കാനേ നോക്കുള്ളൂ. കാരണം പ്രൊട്ടക്ഷൻ ചെയ്യാനേ നോക്കുള്ളൂ. കാരണം നമ്മുടെ പേരിലെ തെറ്റെന്ന് അവർ പറയുള്ളൂ. കാരണം എന്താണ് പറഞ്ഞാൽ അവരിൻ്റെ അല്ലെങ്കിൽ ജോലി പോകാനടക്കം ഇതുണ്ട്. കാരണം കുട്ടിൻ്റെ കൈ പോയിരിക്കുകയാണ്, വലിയ ഇഷ്യൂ ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ എന്തായാലും നോക്കും. എല്ലാ ഡോക്ടർമാരും എല്ലാം അതിൻ്റെ ഉള്ളിലുള്ളവരെല്ലാവരും അവരെ പ്രൊട്ടക്ഷൻ ചെയ്യാനേ നോക്കുകയുള്ളൂ. ഈ കുട്ടിക്ക് കയ്യിൽ എങ്ങനെയാണ് പഴുപ്പ് വന്നത് എന്ന് അറിയില്ല എന്നുള്ള തരത്തിലൊക്കെയാണ്. അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാത്ത ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ മുറി ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായതാണെന്ന്, കല്ല് കുത്തി കയറിയതാണോ അതീ എല്ല് കുത്തി കയറി വെളിയിൽ വന്നതാണോ ഒന്നും അറിയില്ല. അവരതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലാസ്റ്റർ ഇടുന്നതിന് മുന്നേ കയ്യിൽ മുറി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ചോര വരുന്നുണ്ടായിരുന്നു. ഡ്രസ്സിൽ മൊത്തം ചോരയായിരുന്നു. അത് ഡോക്ടർമാരോട് ഈ മുറിവിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അവരെന്താണ് പറഞ്ഞത്? അവര് പറഞ്ഞു അത് ചെറിയ മുറിയല്ലേ പറഞ്ഞു. കാര്യമായിട്ട് ശ്രദ്ധയൊന്നും കൊടുത്തില്ല. ശ്രദ്ധ പറഞ്ഞു ഒരു ഓയിൽമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽമെന്റ് വെച്ച് ഒരു പഞ്ഞിയും വെച്ച് പിന്നെ ഇത് മാവ് കെട്ടിടായിരുന്നു. അപ്പൊ ഇതിന് ശേഷം കുട്ടിക്ക് കയ്യിൽ വേദന ഉണ്ടായിരുന്നു. അത് പിന്നെ നിങ്ങൾ ഈ 30-ാം തീയതി മാത്രമാണ് ആശുപത്രിയിലേക്ക് പോയത്? 25-ാം തീയതി പോയി. അവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 25-ാം തീയതി OP-യിൽ കാണിക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി കാണിക്കുകയും ചെയ്തു.